ആൻഡമാനിലെ അത്ഭുത ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ മനോഹരമായ നിരവധി ദ്വീപുകളും പഞ്ചാര മണൽ തീരങ്ങളും അവിടുത്തെ സമുദ്ര വിനോദങ്ങളുമൊക്കെയായി വളരെ പ്രസിദ്ധമാണ്. ലോകത്ത് മറ്റൊരു ഭൂഭാഗത്തിനും ഇല്ലാത്ത അത്ര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 572 ദ്വീപുകളുണ്ട് എങ്കിലും അതിൽ 37 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. ഇതിൽ തന്നെ ആൻഡമാൻ എന്ന് പറയുന്നത് പോലും ഒരൊറ്റ ദ്വീപല്ല. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, തെക്കൻ ആൻഡമാൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കൂടാതെ ലിറ്റിൽ ആൻഡമാൻ ഉണ്ട്. ഓരോ വിഭാഗത്തിലും ഒന്നിലധികം ദ്വീപുകളുമുണ്ട്. പിന്നെയാണ് നിക്കോബാർ ദ്വീപസമൂഹം. ആകെ ഭൂവിസ്തൃതി 8249 ചതുരശ്ര കിലോമീറ്ററാണ്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ 4 ജില്ലകളുടെ വലിപ്പമാണ് ആൻഡമാൻ നിക്കോബാറിനുള്ളത്. ത്രസിപ്പിക്കുന്ന കടൽ തീര വിനോദങ്ങൾക്ക് പുറമെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ കരൾ പിളർത്തുന്ന ഓർമ്മകൾ കൂടി പേറുന്ന സ്ഥലങ്ങൾ അവിടെയുണ്ട്. അങ്ങനെ അവിടെ സന്ദർശിക്കുന്നവരെ വേദനിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് കാലാപാനി. സെല്ലുലാർ ജയിലിനെയാണ് കാലാപാനി എന്നറിയപ്പെട്ടിരുന്നത്. ആ ദ്വീപിനു ചുറ്റുമുള്ള കടൽ വെള്ളം തന്നെ ചെളി കലർന്ന് കലങ്ങി ഇരുണ്ട നിറത്തിലും ഭയപ്പെടുത്തുന്ന ആഴത്തിലുമാണ്. പ്രകൃതിക്ഷോഭങ്ങൾ നിരന്തരമായി ഉണ്ടാകും. അവിടെ ആ സെല്ലിനുള്ളിൽ അടയ്ക്കപ്പെടുന്നവർ സെല്ലിൽ നിന്ന് പുറത്തു വന്നാലും അവർക്ക് ആ ഭീകരമായ കടൽ കടന്ന് ഒരു വിധത്തിലും രക്ഷപ്പെടാനാവില്ല എന്ന ഉറപ്പിലാണ് ആ ജയിൽ അവിടെ സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ശബ്ദം അടിച്ചമർത്താൻ വേണ്ടിയാണ് കാലാപാനിയിൽ ഈ ജയിൽ സൃഷ്ടിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ജയിലിലാക്കുക എന്നതിനുപരി അവരെ കൊണ്ട് കഠിനമായ രീതിയിൽ പണിയെടുപ്പിക്കാനും ക്രൂരമായി പീഡിപ്പിക്കാനും അവർ മടിച്ചില്ല. 1906 സെല്ലുലാർ ജയിലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 3 നിലകൾ വീതമുള്ള 7 കെട്ടിടങ്ങളിലായി 693 സെല്ലുകൾ ഉണ്ടായിരുന്നു. അതിൽ 3 കെട്ടിടങ്ങളെ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. കടലിന് കൂടുതൽ അടുത്തു വരുന്ന മറ്റു കെട്ടിടങ്ങൾ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചുപോയി. ഓരോ തടവുകാരെയും പരസ്പരം കാണാതെയും സംസാരിക്കാതെയും ശബ്ദം പോലും കേൾക്കാതെയും പ്രത്യേകം സെല്ലുകളിൽ ഏകാന്ത തടവിലാക്കിയിരുന്നത് കൊണ്ടാണ് സെല്ലുലാർ ജയിൽ എന്ന പേര് വന്നത്. ഒരു സെല്ലിൽ നിൽക്കുന്ന ആളിന് അതിനു മുൻപത്തെ വലിയ ജയിൽ കെട്ടിടത്തിൻ്റെ പുറകുവശത്തെ ചുവർ മാത്രമേ കാണാൻ കഴിയുള്ളൂ. വിനായക് ദാമോദർ സവർക്കർ, മഹാവീർ സിംഗ് തുടങ്ങി എത്രയെത്ര സ്വാതന്ത്ര്യ സമര പോരാളികളാണ് അവിടെ അടയ്ക്കപ്പെട്ടത്. ലാഹോർ ഗൂഢാലോചന കേസിൽ ഭഗത് സിംഗിൻ്റെ സഹചാരിയായിരുന്ന മഹാവീർ സിംഗ്, മോഹൻ കിഷോർ നാമദാസ്, മോഹിത് മൊയ്ത്ര തുടങ്ങി നിരവധി പേരാണ് അവിടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണപ്പെട്ടത്. 3 നിലയിലുള്ള ആ സെല്ലുകളുടെ ചുവരുകൾ തന്നെ സ്ക്രീനാക്കിക്കൊണ്ട് പ്രദർശിപ്പിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വളരെ വേദനിപ്പിക്കുന്നതാണെങ്കിലും വിജ്ഞാനപ്രദമാണ്. ആൻഡമാൻ്റെ ചരിത്രവും അവിടെ നരകയാതന അനുഭവിച്ച സ്വാതന്ത്ര്യ പോരാളികളുടെ ചരിത്രവും ഒക്കെ തിരിച്ചറിയാൻ അത് നമ്മെ സഹായിക്കും. ആൻഡമാനിലെ ഏറ്റവും പ്രധാനമായി എല്ലാവരും സന്ദർശിക്കുന്ന ഒരു ബീച്ചാണ് രാധാനഗർ ബീച്ച്. ഹാവ്ലോക്ക് ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കാലാപത്ഥർ ബീച്ചും എലിഫന്റ് ബീച്ചും അവിടെ തന്നെയുള്ള പ്രസിദ്ധമായ മറ്റു 2 ബീച്ചുകളാണ്. ആൻഡമാൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്ക് ബീച്ചിലേക്ക് ക്രൂസ് കപ്പൽ ലഭ്യമാണ്. 70 കിലോമീറ്റർ ദൂരമുണ്ട് ആ ദ്വീപിലേക്ക്. ഏകദേശം 1 മണിക്കൂറോളം സമയമെടുത്താണ് കപ്പൽ അവിടെ എത്തുന്നത്. അവിടെ തന്നെ ധാരാളം റിസോർട്ടുകളുണ്ട്. വേണമെങ്കിൽ അവിടെ താമസിച്ച് അവിടുത്തെ മനോഹര ബീച്ചുകൾ ആസ്വദിക്കാൻ കഴിയും. രാധാനഗർ ബീച്ച് കടൽ കുളിക്ക് പേര് കേട്ടതാണ്. അവിടുത്തെ സൗമ്യമായ തിരകളും ആഴം കുറഞ്ഞ വിശാലമായ കടലും കരയ്ക്ക് കയറാൻ തോന്നിക്കുകയില്ല. അവിടെ മറ്റു പല ആൻഡമാൻ ദ്വീപുകളുടെ തീരങ്ങളും പോലെ പവിഴപ്പുറ്റുകളാൽ നിറഞ്ഞതല്ല. വെറും പഞ്ചാര മണൽ മാത്രമുള്ള വളരെ നീളത്തിലുള്ള മനോഹരമായൊരു ബീച്ചാണ് രാധാനഗർ. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച 3ാമത്തെ ബീച്ചാണ്. കൂടാതെ ലോകത്തിലെ മികച്ച 10 ബീച്ചുകളിലൊന്നാണിത്. അടുത്തു തന്നെയുള്ള കാലാപത്ഥർ ബീച്ചും വളരെ മനോഹരമാണ്. എലിഫന്റ് ബീച്ച് കടൽ തീര വിനോദങ്ങൾക്ക് പേര് കേട്ടതാണ്. പേര് എലിഫന്റ് ബീച്ച് എന്നാണെങ്കിലും അവിടെ ആനയൊന്നും കാണാനാവില്ല. പണ്ട് തടി പിടിക്കുന്നതിനും മറ്റുമായി അവിടെ ആനകളെ കൊണ്ടുവന്നിരുന്നു എന്നതുകൊണ്ടാണ് ആ ബീച്ചിന് അങ്ങനെ പേര് ലഭിച്ചത്.
ശരിക്കും ആൻഡമാനിൽ ആനകളെ കാണണമെങ്കിൽ മായാബന്ദർ ബീച്ചിലേക്ക് പോകേണ്ടി വരും. കടൽ തീര വിനോദങ്ങൾക്ക് പുറമെ രാത്രി കാഴ്ചയ്ക്കും ഹാവ്ലോക്ക് ബീച്ച് പ്രസിദ്ധമാണ്. ഹാവ്ലോക്കിൻ്റെ ഇപ്പോഴത്തെ പേര് സ്വരാജ് ദ്വീപ് എന്നാണ്. ഹാവ്ലോക്കിലെ ആഴം കുറഞ്ഞ തീരക്കടൽ പ്രദേശത്ത് കാണുന്ന ബയോലൂമിനസ് പ്രതിഭാസം പ്രകൃതിയുടെ വർണ്ണവിന്യാസങ്ങളുടെ അത്ഭുത കാഴ്ച നൽകുന്നതാണ്. ഫൈറ്റോ പ്ലാങ്ക്ടനുകളും ജെല്ലി ഫിഷുകളും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ആ നിശാനൃത്തത്തിൻ്റെ അതിമനോഹര കാഴ്ച അനുഭവിക്കണമെങ്കിൽ അവിടെ രാത്രി തങ്ങേണ്ടി വരും. നമ്മുടെ നാട്ടിലെ പരിചിതമായ പല സ്ഥലപ്പേരുകളും ആൻഡമാനിൽ നമുക്ക് കാണാൻ കഴിയും. നിലമ്പൂർ, മഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങൾ അവിടെയുണ്ട്. പോർട്ട് ബ്ലെയറിന് തൊട്ടടുത്ത് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ദ്വീപാണ് റോസ് ഐലൻഡ്. ആൻഡമാനിൽ ജനങ്ങൾക്ക് വസിക്കാൻ തക്ക വെള്ളം ഉൾപ്പെടെ സൗകര്യമുള്ള ദ്വീപുകളിൽ ഏറ്റവും ചെറുതിതാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അത് ഭരണസിരാ കേന്ദ്രമായിരുന്നു. ഭൂകമ്പത്തെ തുടർന്ന് ഓഫീസുകളും പള്ളികളും ഒക്കെ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ചുവരുകളിലൊക്കെ മരങ്ങളുടെ വേരുകൾ പടർന്ന് ഭീകരമായ അവസ്ഥയിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ദ്വീപിൻ്റെ അറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ വിളക്കുമാടം യാതൊരു കേടുപാടുമില്ലാതെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് നിർമ്മിച്ച കല്ലുകൾ പാകിയ നടവഴി ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നമുക്ക് നടന്ന് കാണാവുന്ന അത്ര ചെറിയ ദ്വീപാണെങ്കിൽ തന്നെയും അവിടെ രാത്രി താമസം അനുവദിക്കുന്നില്ല. സഞ്ചരിക്കാൻ ബാറ്ററി കാറുകൾ ലഭ്യമാണ്. 1942 മുതൽ 1945 വരെ 3 വർഷ കാലയളവിൽ ദ്വീപുകളെല്ലാം തന്നെ ജപ്പാൻ്റെ അധീനതയിലായിരുന്നു. അതിൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ജപ്പാൻ നിർമ്മിച്ച ബങ്കർ റോസ് ഐലൻഡിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം. 1945 അത് ബ്രിട്ടന് തിരികെ നൽകുകയാണ് ഉണ്ടായത്. ഇന്ന് ആ ദ്വീപിൻ്റെ പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നാണ്. പോർട്ട് ബ്ലെയർ തെക്കൻ ആൻഡമാൻ്റെ ഏറ്റവും തെക്കേറ്റത്താണ്. സ്വതന്ത്ര ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഇവിടെ ഫ്ലാഗ് പോയിന്റ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ജപ്പാൻ കൈവശത്തിലാക്കിയ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന് കൈമാറുകയും അദ്ദേഹം 1943 ഡിസംബർ 30 ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി ഇവിടെ ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായി വലിയ ഒരു ത്രിവർണ്ണ പതാക അവിടെ ഉയർന്നു പാറുന്നുണ്ട്. അന്ന് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ലെങ്കിലും ആൻഡമാൻ താൽക്കാലികമായി ഇന്ത്യയുടെ സ്വതന്ത്ര പ്രദേശമായി മാറിയിരുന്നു. പോർട്ട് ബ്ലെയറിൽ നിന്ന് 100 കിലോമീറ്റർ റോഡ് മാർഗം വടക്കോട്ട് സഞ്ചരിച്ച് പിന്നെ ജങ്കാർ കയറി അപ്പുറത്ത് ബാരാടങ് ദ്വീപിലെത്താൻ കഴിയും. ആ യാത്ര വളരെ അവിസ്മരണീയമാണ്. ജറവ ഫോറസ്റ്റ് റിസർവിനുള്ളിലൂടെയുള്ള യാത്ര പ്രകൃതി സ്നേഹികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഇന്ത്യയിലെ ആമസോൺ കാടുകളെന്ന് വിശേഷിപ്പിക്കാവുന്നത്ര നിബിഡ വനമാണ് അവിടെയുള്ളത്. സൂര്യപ്രകാശം തറയിൽ പതിക്കാത്ത രീതിയിൽ ഒരു ഇരുണ്ട വനം. ഞങ്ങൾ അതിരാവിലെ 3 മണിക്ക് തന്നെ പോർട്ട് ബ്ലെയറിൽ നിന്ന് തിരിച്ച് 4:15 40 കിലോമീറ്റർ അകലെയുള്ള ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ തമിഴന്മാർ നടത്തുന്ന നിരവധി ഹോട്ടലുകളുണ്ട്. നല്ല മുരിഞ്ഞ ഉഴുന്നുവടയും ദോശയുമൊക്കെ ലഭിക്കും. അവിടെ നിന്ന് പ്രഭാത ഭക്ഷണവും കഴിച്ച് 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കുമ്പോൾ തുടങ്ങുന്ന കോൺവോയോടൊപ്പം ചെക്ക് പോസ്റ്റ് കടന്നാണ് ബാരാടങ് ഐലൻഡിലേക്ക് യാത്ര ചെയ്തത്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര അവിടെ ഉണ്ടായിരുന്നു. 6 മണിക്കും 10 മണിക്കും പിന്നെ 1 മണിക്കുമാണ് അവിടെ നിന്ന് കോൺവോയ് അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ വിടുക. ആ സമയത്താണ് ട്രാൻസ്പോർട്ട് ബസ്സുകളും സ്കൂൾ ബസ്സുകളും പോലും കടത്തിവിടുക. ഐലൻഡ് കണ്ട് തിരിച്ചു വരുന്നതും ഇതേ തരത്തിൽ കോൺവോയ് സംവിധാനത്തിലാണ്. ബാരാടങ് ദ്വീപിലെ മനോഹരമായ കണ്ടൽക്കാടുകളുടെ ഇടയിൽ ഇടുങ്ങിയ ക്രീക്കിലൂടെയുള്ള യാത്ര വളരെ ആസ്വാദ്യകരമാണ്. അവിടെയുള്ള ചുണ്ണാമ്പുകൽ ഗുഹകൾ നിരവധി കാണാനുണ്ട്. അത് കാണാനായി നിരവധി സഞ്ചാരികളാണ് ദിവസവും അവിടെ എത്തുന്നത്. ബ്രിട്ടീഷുകാർക്ക് മുമ്പ് മറാത്ത സാമ്രാജ്യവും രാജേന്ദ്ര ചോളൻ്റെ ചോള സാമ്രാജ്യവും തായ്ലൻഡ് ഭരിച്ചിരുന്ന ശ്രീവിജയ സാമ്രാജ്യവുമൊക്കെ ആൻഡമാനെ പല കാലങ്ങളിൽ അധീനതയിലാക്കിയിട്ടുണ്ട്. ജറവ, ഗ്രേറ്റ് ആൻഡമാനീസ്, ഓങ്കെ, സെന്റിനലീസ്, ഷാംപെൻസ് ഇങ്ങനെ 6 വിഭാഗക്കാർ ആൻഡമാനിലെ പുരാതന വിഭാഗക്കാരായി അവിടെയുണ്ട്. ഇതിൽ പൊതുവെ നമുക്ക് കാണാൻ ഭാഗ്യം ലഭിക്കാറ് തെക്കൻ ആൻഡമാനിൽ വസിക്കുന്ന ജറവ എന്ന വിഭാഗക്കാരെ മാത്രമാണ്. ബാരാടങ് ഐലൻഡിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ജറവ ആദിവാസികളെ കാണാൻ ഭാഗ്യമുണ്ടായി. നല്ല തിളങ്ങുന്ന എണ്ണക്കറുപ്പുള്ള സുന്ദരന്മാരാണ്. അവർ പൊക്കം കുറവാണെന്നേ ഉള്ളൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ആൻഡമാനിലേക്ക് വിമാനത്തിൽ പോകുമ്പോൾ ഇടതുവശത്ത് വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആൻഡമാൻ എത്തുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മനോഹരമായ സെന്റിനൽ ഐലൻഡ് കാണാൻ കഴിയും. ലോകത്തെവിടെയും ഇങ്ങനൊരു ദ്വീപ് ഉണ്ടാവില്ല. കാഴ്ചയിൽ മാത്രമല്ല,
അവിടെ വസിക്കുന്ന ആളുകളുടെ കാര്യത്തിലും ഒരു അത്ഭുതമാണ്. നടുവിൽ ബാക്ക് വാട്ടർ കൊണ്ട് രൂപപ്പെട്ട ഒരു ചെറു കടലും അതിനു ചുറ്റുമായിട്ടൊരു ഞണങ്ങിയ വളയുടെ രൂപത്തിൽ കരയും അതിനും പുറമെ വിശാലമായ ആൻഡമാൻ സമുദ്രവുമുള്ള ഒരു ദ്വീപ്. പക്ഷേ ഇങ്ങനെ ദൂരെ നിന്ന് ഒരു ആകാശ കാഴ്ച മാത്രമേ കാണാൻ കഴിയൂ. അവിടെ ആർക്കും പോകാൻ കഴിയില്ല. അവിടെ പോയവർ ആരും തിരിച്ചു വന്നിട്ടില്ല അത്രേ. ആദിമ ശിലായുഗത്തിലെ അതേ രീതിയിൽ യാതൊരു തരത്തിലുള്ള പരിഷ്കാരങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് സെന്റിനൽസ്. അവർ പുറമേ നിന്ന് ആരെയും അവിടേക്ക് പ്രവേശിപ്പിക്കില്ല. അമ്പുകളയച്ച് കൊന്നുകളയും. അവസാനമായി 2018 നവംബറിൽ അവർക്ക് സുവിശേഷം എത്തിക്കാനായി അവിടേക്ക് പോയ അമേരിക്കൻ മിഷണറി ജോൺ ചൗ കൊല്ലപ്പെട്ട വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. ദ്വീപിലേക്ക് കടലിൽ നിന്ന് 5 നോട്ടിക്കൽ മൈൽ, അതായത് 9.3 കിലോമീറ്റർ ദൂരം വരെ മാത്രമേ ആർക്കെങ്കിലും പോകാൻ അനുമതിയുള്ളൂ. കടൽ തീര വിനോദങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്ന ഐലൻഡ് നോർത്ത് ബേ ഐലൻഡാണ്. വെള്ളത്തിനടിയിലുള്ള മനോഹരമായ പവിഴപ്പുറ്റുകൾക്ക് പേരുകേട്ട ദ്വീപാണിത്. സ്നോർക്കലിങ്ങിനും ആഴക്കടൽ നടത്തത്തിനും മറ്റുമായി അനുയോജ്യമായ സൗകര്യങ്ങൾ ബീച്ചിൽ ധാരാളമുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ആൻഡമാനിലെ ഒരു ദ്വീപാണിത്. 20 രൂപയുടെ പഴയ ചുവന്ന നോട്ടിൻ്റെ പുറകുവശത്ത് നോർത്ത് ബേ ഐലൻഡിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയുള്ള ലൈറ്റ് ഹൗസ് ദ്വീപുകളുടെയും തീരങ്ങളുടെയും വിശാലമായ കാഴ്ച നൽകും. ആൻഡമാൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലേക്ക് കൊൽക്കത്ത, ചെന്നൈ, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ട് കപ്പലുകളുണ്ട്. കപ്പലിലാണെങ്കിൽ ശരാശരി 4 ദിവസം വരെ യാത്രാ സമയമെടുക്കും. നമ്മുടെ പ്രധാന നഗരങ്ങളിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് വിമാന സർവീസുമുണ്ട്. ചെന്നൈയിൽ നിന്ന് 2.25 മണിക്കൂർ കൊണ്ട് പോർട്ട് ബ്ലെയറിലെത്താൻ കഴിയും. ചെന്നൈയിൽ നിന്ന് 1367 കിലോമീറ്റർ ദൂരമുണ്ട്. ശരിക്കും മ്യാൻമർ, ഇന്തോനേഷ്യയുടെ വടക്കൻ സുമാത്ര, തായ്ലൻഡ് എന്നിവ ഇന്ത്യയേക്കാൾ കൂടുതൽ അടുത്താണ്. ബർമയുടെ തെക്കേ അറ്റവും ആൻഡമാൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ദ്വീപും തമ്മിൽ 130 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള കാലാവസ്ഥയാണ് അവിടെ ഏറ്റവും പ്രസന്നമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എല്ലാ തരത്തിലുള്ള യാത്രകൾക്കും കടൽ വിനോദങ്ങൾക്കും നമുക്ക് അവസരം ലഭിക്കും. മറ്റ് സമയങ്ങളിൽ കടുത്ത വേലിയേറ്റവും വേലിയിറക്കവും അതുപോലെ തന്നെ തുടർച്ചയായ മഴയും കടുത്ത കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇംഗ്ലീഷും ഹിന്ദിയുമാണ് പോർട്ട് ബ്ലെയറിലെ ഔദ്യോഗിക ഭാഷ. തദ്ദേശീയരായ നല്ലൊരു വിഭാഗം ജനങ്ങൾ 26% ബംഗാളി സംസാരിക്കുന്നുണ്ട്. എന്നാൽ തമിഴും അവിടെ പറഞ്ഞാൽ മനസ്സിലാകും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണെന്നതിനാൽ അവിടെ പോകുന്നതിന് പാസ്പോർട്ട്, വിസ ഒന്നും വേണ്ടെങ്കിലും ശരിക്കും വിദേശ രാജ്യത്ത് പോകുന്നത് പോലെയാണ് നാം ആൻഡമാനിലേക്ക് പോകാറ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വിഭാഗം ആൾക്കാർ മാത്രമാണ് അവിടേക്ക് യാത്ര ചെയ്യുന്നത്. ഏറ്റവും കുറവ് ഇന്ത്യക്കാർ എത്തിയിട്ടുള്ള ഇന്ത്യൻ പ്രദേശം ഒരുപക്ഷെ ഇതായിരിക്കും. മനോഹരമായ നിരവധി ദ്വീപുകൾ അവിടെ നമ്മൾ ആരും കാണാത്തതായി അവശേഷിക്കുന്നുണ്ട്. യാത്രാ സൗകര്യങ്ങളുടെയും മറ്റ് താമസ സൗകര്യങ്ങളുടെയും അപര്യാപ്തത ആ സുന്ദര ദ്വീപുകളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നു. ടൂറിസം വികസനത്തിൻ്റെ അപാര സാധ്യതയുള്ള ആൻഡമാൻ നിക്കോബാറിൽ ഇപ്പോൾ എത്താവുന്ന ദ്വീപുകൾ മാത്രം കണ്ടാൽ പോലും അത് അനിർവചനീയമായ ഒരു അനുഭവമായിരിക്കും. നിരവധി മനോഹര ദൃശ്യങ്ങളും ഒപ്പം തന്നെ ചുരുളഴിയാത്ത നിഗൂഢതകളും ഒളിപ്പിച്ചിരിക്കുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട അത്ഭുത പ്രദേശമാണ്. നന്ദി.